ഗൈസ്, ഇന്ന് ഞാൻ ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ സ്കൂളിൽ അമൃത ഫെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കൂളിലത്തേക്കുള്ള സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. അത് ഞങ്ങളുടെ അമ്മ വീട്ടിലോട്ട് പോയി. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ അറിയാതെ കളഞ്ഞു പോയി കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് ആഡ് കഴിഞ്ഞത്. ഞാനും മാമായും ഫഹദും കുഞ്ഞും ഉമ്മയും എല്ലാവരും കൂടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ദുബായിലോട്ട് പോയി. അവിടെ എല്ലാ വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ദുബായിൽ നിന്ന് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അടൂരിലായിരുന്നു കേട്ടോ നമുക്ക് പോകേണ്ടത്. അപ്പോൾ കുറച്ച് നേരം എടുത്തു നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പാട്ടും കലാപരിപാടിയൊക്കെ ആയിരുന്നു. ഫഹദ് ഫ്രണ്ടിലും മാമായും ഫഹദും ഫ്രണ്ടിൽ, ഞാനും ഉമ്മയും കുഞ്ഞും ബാക്കിൽ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു അപ്പുറത്ത് തന്നെ മൺചട്ടിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മൺചട്ടിയൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ നടയാഞ്ചലിയിലോട്ട് പോയി. അവിടെ നമുക്ക് വാടകയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ഫ്രോക്ക് ഡാൻസിനെങ്ങാണ്ട് ഉള്ളപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറി പോയി. നമുക്ക് വളയും മാലയും ഇങ്ങനത്തുള്ള സാധനങ്ങൾ, കോസ്റ്റ്യൂമ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കും ഒരു കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കസ്റ്റമർ എല്ലാം എടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ അവിടെ ചുമ്മാ നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ നമ്മൾ നോക്കി. അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ? ആണ്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഫാനെടുത്ത് കാണിച്ചു തരികയാണ്. അവിടെ കൗബ ഷെരീഫ് ഇരിപ്പുണ്ട് പറഞ്ഞു കാണിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പോയി കണ്ടിട്ട് വന്നു. നേരെ പോയി എൻ്റെ ഉമ്മയും കൂടെ കാണിച്ചു കൊടുത്ത്, ഇതേ ഉമ്മി കൗബ ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയൊക്കെ കാണിച്ച്. ഇതാണ് നയന. ഓക്കെ, എന്ത് പ്രോഗ്രാമിനുള്ളതാ? ഫോക്ക് ഡാൻസ് ആണോ? കേട്ടിട്ടുണ്ടോ? ഭരതനാട്യം. ഞങ്ങൾ ഉണ്ടായിരുന്ന കസ്റ്റമർ ആ കുട്ടിയും എൻ്റെ അമ്മയായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഒന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ മാസ്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അപ്പോഴത്തേക്കും അടുത്ത കസ്റ്റമർ പോയിട്ട് എനിക്കുള്ള ഷോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗേൾസ് ഡാൻസ് കളിക്കുമ്പോൾ ഇടാൻ പോകുന്ന എൻ്റെ ഷോൾ. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അമ്മ പറഞ്ഞു നമ്മളെടുത്ത് നിങ്ങൾ മണ്ടയ്ക്കും കൂടെ പോയിട്ട് വാ, അവിടെയും കൂടെ നമുക്ക് നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ മണ്ടയ്ക്കോട്ട് കയറിപ്പോയി കേട്ടോ. എനിക്ക് ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് കൊട്ട വേണമായിരുന്നു. അപ്പോൾ ഏത് കൊട്ട വേണം, ഇങ്ങനത്തെ കൊട്ടയൊക്കെ കാണണം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ടയ്ക്കോട്ട് പോയി. അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കൊട്ടയും ഞാൻ എടുത്തു കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നൊരു കൊട്ട. ഈ ബ്ലാക്ക് ഉടുപ്പിട്ട നമ്മളടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ വാളൊക്കെ പൊക്കി കാണിച്ചു കേട്ടാ. മേടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് അപ്പം പറഞ്ഞത് വെക്ക, ഇപ്പം നിൻ്റെ ഡാൻസിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ കമ്മൽ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. നമ്മൾ കുറേ സാധനങ്ങൾ നോക്കണമല്ലോ ഫോക്ക് ഡാൻസ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കമ്മലും മാലയും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അപ്പുറത്തു നിന്ന് ഫഹദ് ഒരു കുടയും പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കുടയുടെ കമ്പി ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈകൊണ്ടാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. കുടയുടെ പേരൊക്കെ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫഹദിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. പിന്നെ ആൻറ്റിയുമായിട്ട് വയറ്റിക്കെത്താനുള്ള ബെൽറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പോക്കറ്റ്. നമ്മൾ പേസിനൊക്കെ പകരം ഒരു പൈസ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഫോക്ക് ഡാൻസിനൊക്കെ വേണ്ടതാണ് കേട്ടോ. ഇതാണ് കീശ. ഈ കാണിക്കുന്നതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മറ്റേ ബെൽറ്റ് ഇല്ലേ, ആ ബെൽറ്റാണ് ആ ബെൽറ്റ്. പിന്നെ നമ്മൾ കാതിലും കഴുത്തിലും എവിടെയൊക്കെ ഇടണമുള്ള അവിടെയൊക്കെ ഇടാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അടുത്ത ആൻറ്റിമാരടുത്തും എല്ലായിടത്തും ഒരു ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് നമ്മളെ മൺചട്ടിക്കട ഉണ്ടല്ലോ അവിടെ പോയി. പിന്നെ ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഈ മൺചട്ടിപ്പാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല വില കുറഞ്ഞ രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ്.
പല പല മോഡലുള്ള മൺപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഇഷ്ടമുള്ള നോക്കി അങ്ങ് എടുക്കാമെന്ന്. മൺപാത്രം മാത്രമല്ല കേട്ടോ, അവിടെ സ്റ്റീൽ പാത്രം ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ആൻറ്റി ആണെങ്കിൽ നമ്മൾ മേടിച്ച നമ്മുടെ മൺപാത്രം ഉണ്ടല്ലോ, അതിൻ്റെ ബില്ലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആൻറ്റി അടുത്ത് ബില്ലൊക്കെ അടിച്ച് സാധനവും മേടിച്ച് കടയുടെ പേരൊക്കെ കാണിച്ച് ടാറ്റയൊക്കെ കാണിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ മാമനോട് നമ്മൾ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അവരുടെ വീഡിയോ കൊടുത്ത് നമ്മൾ ഇടുമെന്ന്. പിന്നെ നമ്മുടെ ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ഞങ്ങൾ നേരെ അകത്തോട്ട് പോയി ഗൈസ്. പക്ഷേ എൻ്റെ അടുത്ത് ബാഗ് എവിടെ കൊണ്ടുവെക്കണം ഇവിടെ നിന്ന് ചോദിച്ച് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ തന്നെ. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ ഗൈസ്. ഞാനും മാമായും എല്ലാവരും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് 4 സീറ്റ് മതിയായല്ലോ. ജന്നാക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 5 സീറ്റ് മേടിച്ചു. ലൈം ജ്യൂസ് ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചു കേട്ടോ. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹാഫ് മതി, ഞങ്ങൾ ഫുള്ള് കുടിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണേ. പിന്നത്തെ നമ്മുടെ ഫുഡ് വന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും പിന്നെ പൊറോട്ടയും ഒക്കെ ആയിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനാണെങ്കിൽ ഒരു ദോശയും ചമ്മന്തിയും. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നതായിട്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ വീഡിയോ എടുത്ത് എന്തിൻ്റെ കടയുടെ വീഡിയോ. അങ്ങനെ നമ്മൾ കുറേ നേരം വണ്ടി ഓടിച്ചു കേട്ടോ. അടൂരിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി വലിയ ദൂരമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഉള്ള ദൂരം അത്രയും വണ്ടി ഓടിച്ച് പോയി. അതാണല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയുള്ള എടുത്തിട്ട് വീണ്ടും വരാം. ബൈ.